ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടെക്നിക്കൽ മേഖലയിൽ വളരെയധികം ഉദ്യോഗാർത്ഥികൾ എക്സാം എഴുതുന്നതും അതുപോലെ തന്നെ ജോലി സാധ്യതയുള്ളൊരു തസ്തികയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നൊരു പോസ്റ്റ്. പൊതുവേ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുമെങ്കിലും ഇതിന് സമാനമായിട്ടുള്ള പേരുകൾ തന്നെ അതേ തസ്തികയിൽ തന്നെ വരുന്ന രണ്ട് പോസ്റ്റുകൾ കൂടിയുണ്ട്. ഒന്ന് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്നതും ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2. ഇവയെല്ലാം ഒരേ കാറ്റഗറിയിൽ ഒരേ പേ സ്കെയിലിൽ തന്നെ വരുന്ന ഒരേ എക്സാമിൽ തന്നെ വരുന്നൊരു മേഖലയാണ്. വ്യത്യസ്ത സ്ട്രീമുകളിലായിട്ടാണ് ഇവിടെ നിയമനങ്ങൾ വരുന്നത്. അതായത് ഏറെക്കുറെ എല്ലാ ടെക്നിക്കൽ സ്ട്രീമിലേക്കും ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനമുണ്ട്. അപ്പോൾ ഈ ഒരു ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസ്റ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ യോഗ്യത എന്തൊക്കെയാണ്, ഏതൊക്കെ സ്ട്രീമിലേക്കാണ് ഇത് വിളിക്കുന്നത്, ഇതിനോടകം നടന്ന പരീക്ഷകളുടെ ഡേറ്റാസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിന്റെ യോഗ്യത ഏത് സ്ട്രീമിലേക്കുള്ളതാണെങ്കിലും ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. ഇതൊരു ഡിപ്ലോമ യോഗ്യത അടിസ്ഥാനമാക്കി വരുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി ഡിപ്ലോമ ആയതുകൊണ്ട് തന്നെ 3 ഇയർ ഡിപ്ലോമ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഹയർ യോഗ്യത വെച്ച് നമുക്ക് ബാക്കിയുള്ളവർക്കും അപേക്ഷിക്കാം. അതായത് ബിടെക് എടുത്തവർക്കാണെങ്കിൽ ഇതിന്റെ ഹയർ ആയിട്ട് വെക്കാം, എംടെക് ആണെങ്കിലും ഹയർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41,300 87,000 വരുന്നൊരു സാലറി സ്കെയിൽ വരുന്നൊരു പോസ്റ്റാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള ഇതുവരെ ഉണ്ടായിരുന്ന പ്രായപരിധി 18 വയസ്സ് മുതൽ 36 ഇനി അത് 40 സ്വാഭാവികമായിട്ടും മാറിയിട്ടുണ്ട്. കേരള PSC എല്ലാത്തിലും ഒരു പ്രായപരിധി ഉയർത്തിയതുകൊണ്ട് 40 മാറ്റിയിട്ടുണ്ട്. ഇനി SC ST OBC വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവ് ലഭിക്കും. OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും SC ST വിഭാഗങ്ങൾക്ക് 5 വർഷമാണ് ഇളവ് ലഭിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഏതൊക്കെ സ്ട്രീമുകളിലേക്കാണ് കേരള PSC ഇത് വിളിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ എല്ലാ സ്ട്രീമിലുള്ളവർക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അതായത് ഇലക്ട്രിക്കൽ മേഖലയിലേക്ക് 678/2022 എന്ന നമ്പറിൽ ഒരിക്കൽ വിളിച്ചിരുന്നു. അന്ന് അതിൽ നിന്ന് 88 പേർക്ക് നിയമനം നൽകിയിരുന്നു. ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന ദിവസം 15/4/2027 അതായത് 16/4/2027 പുതിയ റാങ്ക് ലിസ്റ്റ് ഇതിനു വേണ്ടി ഉണ്ടാവും. അപ്പം അതിന് ആനുപാതികമായിട്ടായിരിക്കും PSC നോട്ടിഫിക്കേഷനും കാര്യങ്ങളുമായിട്ട് പോകുന്നത്. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഈ തീയതി വരെയുള്ള അഡ്വൈസ് ആയിരിക്കും പോവുക. അടുത്തത് മെക്കാനിക്കലാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 676/2022 എന്ന നമ്പറിലാണ്. ഇതിനോടകം ഇതിൽ നിന്ന് 112 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് 23/7/2027 അടുത്തത് സിവിലാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നത് 681/2022 ഇതിനോടകം തന്നെ 63 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിന്റെ അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23/8/2027 വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കുന്നത്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 680/2022 എന്ന കാറ്റഗറി നമ്പറിൽ ഇതിനോടകം തന്നെ 45 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 7/9/2027 അടുത്തത് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇത് 677/2022 എന്ന നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിൽ നിന്ന് ഇതിനോടകം തന്നെ 70 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതിന്റെ കാലാവധി 11/9/2027 അതായത് നിലവിലെ ഇതിന്റെ ഒരു പൊസിഷൻ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ഒഴികെയുള്ള എല്ലാ പോസ്റ്റുകളിലും നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ഏതാണ്ട് 100-ലധികം നിയമനങ്ങൾ നടക്കും എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇതിൽ മെക്കാനിക്കൽ ഓൾറെഡി 100-ലധികം നിയമനങ്ങൾ നടന്നും കഴിഞ്ഞു. അപ്പം ഇത് ഒരു സ്കൂൾ ലെവൽ, അതായത് ഇതിന്റെ നിയമനങ്ങൾ വരുന്നത് എവിടെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന സ്കൂളുകളിൽ, അതായത് ടെക്നിക്കൽ സ്കൂളുകളുണ്ട്, അവിടെ ഈ ഒരു പോസ്റ്റ് ഉണ്ട്. ഇനിയും അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ കോളേജുകൾ, ഡിപ്ലോമ ലെവലിലുള്ള 3 ഇയർ ഡിപ്ലോമ നൽകുന്ന കോളേജുകളിൽ ഇതിന്റെ പോസ്റ്റ് തസ്തികകളിൽ നിയമനം വരും. ഇനി ഇതുപോലെ തന്നെ ബിടെക് റിലേറ്റഡ് കോളേജുകളുണ്ട്, ആ കോളേജുകളിലും നിയമനം ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത സ്ട്രീമുകളിലേക്ക് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അപ്പോൾ നിയമന സാധ്യത ഏറെയുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങണം. കാരണം നമുക്കറിയാം ഇവിടെ എല്ലാം ഡേറ്റ് 2027 മധ്യത്തോടു കൂടി ഏറെക്കുറെ 4-ാം മാസത്തിൽ തീരുന്നുണ്ട്, 7-ാം മാസത്തിൽ തീരുന്നുണ്ട്, 8-ാം മാസത്തിൽ തീരുന്നുണ്ട്, 9-ാം മാസത്തിൽ തീരുന്നുണ്ട്. ഇവിടെയൊക്കെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നുള്ളത് കേരള PSC ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷനും അതിന്റെ ബാക്കി അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് കേരള PSC മുമ്പോട്ട് പോവുകയാണ്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേക്കൻസിയുടെ എണ്ണം ഉണ്ടാവില്ല, ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞായിരിക്കും അവര് സ്വാഭാവികമായിട്ടും വിളിക്കുന്നത്. എന്നാൽ ഈ ഒരു എക്സാമിനേഷൻ എഴുതി നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇവിടെ ഉള്ളതുപോലെ തന്നെയുള്ള ഒരു അഡ്വൈസ് കിട്ടാനുള്ള ഒരു സാഹചര്യം നമുക്കുള്ള പോസ്റ്റുകളുമാണ്. അപ്പോൾ PSC ഇപ്പോൾ ഒരു പോസ്റ്റിനും, അതായത് റാങ്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ അതായത് നമ്മുടെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത ശേഷമല്ല
എക്സാം വിളിക്കുന്നത്, മറിച്ച് എല്ലാ പോസ്റ്റുകളിലേക്കും 3 വർഷം കാലാവധി സെറ്റ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആൾക്കാരെ ഫില്ല് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. അങ്ങനെയാണ് ഇനി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ വരുന്ന എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് ഈ പറഞ്ഞ എല്ലാ സ്ട്രീമിലുമുള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒരു ഫീൽഡിൽ എത്താൻ പറ്റും. മാത്രമല്ല ഈ ഒരു പഠനം തുടങ്ങുന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിനോടൊപ്പം തന്നെ ഡിപ്ലോമ ലെവലിലും ബിടെക് ലെവലിലും ഒക്കെയുള്ള മറ്റ് എക്സാമിനേഷൻ, ചിലപ്പോൾ ITI ലെവലിലുള്ള എക്സാമിനേഷൻ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കൂടെ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ ഒറ്റ പഠനത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാനുള്ളത് PSCയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമിനേഷനുകൾ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെയുള്ള ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.